When you break the laws of man, you go to jail. When you break the laws of God, you go to hell. And when you break the laws of physics, you go to Sweden and collect your Nobel Prize. ഹായ്, ഞാൻ ഡോക്ടർ സുബിൻ മാത്യൂസ്. എനിക്ക് 3 PhD ഉണ്ട്. PhD in മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, PhD in IT ആൻഡ് PhD in ഫിസിക്സ്. എൻ്റെ എക്സ്പീരിയൻസ് കാരണം, എൻ്റെ പഠിത്തം കാരണം ഞാൻ ലൈഫിനെ ഒത്തിരി ടെക്നിക്കലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഈ ആക്വാസ്കേപ്പിൽ കയറിയപ്പം, ഞാൻ അക്വേറിയം ഹോബിയിൽ കയറിയപ്പം ഞാൻ മയൂറിൻ്റെ വീഡിയോസ് കണ്ടായിരുന്നു. മയൂറിൻ്റെ വീഡിയോസ് കണ്ടപ്പം എനിക്ക് മനസ്സിലായി ലൈഫിനെ ഇത്രയും ടെക്നിക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സിംപ്ലിസ്റ്റിക് ആയിട്ട് നമുക്ക് ലൈഫിനെ കാണാം. അത് ഞാൻ പഠിച്ചെടുത്തു. ആ സമയത്ത് മയൂർ എന്നോട് പറഞ്ഞായിരുന്നു ഈ വീഡിയോ, ഈ ടാങ്കിൻ്റെ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ആക്വാസ്കേപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ മലയാളം വോയിസ് ഓവർ വേണമായിരുന്നു. അത് പറഞ്ഞപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്ക് ഇനിയും പഠിക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നു. അത് കിട്ടിയപ്പം എനിക്ക് മയൂറിനോട് ഞാൻ ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക, ആൻഡ് എത്ര ആവുന്നെങ്കിൽ ഇത് ഫ്രണ്ട്സിന് കൊടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ എൻജോയ് ചെയ്യുക. ഈ വീഡിയോൻ്റെ യുണീക്നെസ് ആണ് ഇത് ടോട്ടൽ റീജിയണൽ ലാംഗ്വേജിൽ 7 ലാംഗ്വേജസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വീഡിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിൽ ഇത് കാണാൻ ഒക്കും, ഇത് മനസ്സിലാവാൻ ഒക്കും, എന്നിട്ട് സന്തോഷിക്കാനായിട്ട് ഒക്കും. ഓക്കെ, നമ്മളിപ്പം ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇത് എൻജോയ് ചെയ്യാം. ഒരു ആക്വാസ്കേപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ബാക്ടീരിയ ഇടുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്യാം. ഇത് നമ്മൾ ഇടാൻ പോകുന്ന ADA സൂപ്പർ 4. സൂപ്പർ 4ൽ 3 ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. പക്ഷേ വിളിക്കുന്ന ഇതിനെ സൂപ്പർ 4. ഇതെന്തിനാണെന്ന് ഞാൻ പറയാം. ആദ്യത്തെയാണ് ബാക്ടർ 100, പിന്നെ ടോർമലിൻ BC, എന്നിട്ട് മൂന്നാമത്തെ ക്ലിയർ സൂപ്പർ, എന്നിട്ട് ഫോർത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ. അതാ 4ാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഈ ആക്വാസ്കേപ്പിൽ നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് സൂപ്പർ 4. ഇതാ ബാക്ടർ 100. ബാക്ടർ 100ൽ 100 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഒരു 20-30% ആക്റ്റീവ, ബാക്കി ഡോർമെൻറ്റ്. എന്നിട്ട് ഈ ടോർമലിൻ BC ഒരു ഇലക്ട്രിക് ചാർജ് ഈ ഉറങ്ങുന്ന ബാക്ടീരിയയെ ഇണിപ്പിക്കാനായിട്ട്. ഇത് കാർബൺ ബേസ്ഡാ. എന്നിട്ട് വെള്ളത്തിലിരിക്കുന്ന ഹെവി മെറ്റൽസിനെയും ഇത് ഊരിക്കളയും. അങ്ങനെ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ക്ലിയർ സൂപ്പർ. ക്ലിയർ സൂപ്പർ ബാക്ടീരിയൻ്റെ ഫുഡ്. ഇത് വെള്ളത്തിൽ ഇരിക്കുന്ന അമോണിയനെയും കളയും. പക്ഷേ ഈ ബാക്ടീരിയ ഡോർമെൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് എണ്ണിക്കുമ്പം അവർക്ക് ഇത് ഫുഡായിട്ട് മെയിൻ ഇതിൻ്റെ ഫങ്ഷൻ. ഇപ്പം നമ്മൾ ഈ സൂപ്പർ 4 ടാങ്കിൻ്റെ ബേസിൽ ഇട്ടിട്ടുണ്ട്. ഇത് ടാങ്കിൻ്റെ ബേസിലും ഇടാം, അല്ലെങ്കിൽ പവർ സൈഡിൻ്റെ മുകളിലും ഇടാം. പക്ഷെ ബേസിലിട്ടാൽ ഇത് മുമ്പിൽ നിന്ന് പുറമോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു ടെക്നിക്കൽ ആസ്പെക്റ്റ് അല്ല, പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ടാങ്കിൻ്റെ ഫ്രണ്ട് സൈഡ് ക്ലീൻ ആയിട്ടിരിക്കും. അതൊന്നും നമ്മളിത് പുറമോട്ട് എടുക്കും. ഇപ്പം ഞാൻ ഇടാൻ പോകുന്ന ADA പവർ സാൻഡ്. ഇത് പവർ സാൻഡ് മീഡിയമാണ് ഞാൻ ഇടാൻ പോകുന്നത്. കാരണം ഈ ടാങ്കിൻ്റെ ഹൈറ്റ് ഓൾമോസ്റ്റ് 1 feet ഉണ്ട്. എന്നിട്ട് മീഡിയം സൈസ് പവർ സാൻഡ് ഇട്ടാൽ പിന്നെ ഈ റൂട്ട്സിന് നല്ല ഗ്രോത്ത് കിട്ടും. ഇപ്പം നമ്മൾ ഈ പവർ സാൻഡ് ഊരിയിട്ടുണ്ട് പാക്കറ്റിൽ നിന്ന്. എന്നിട്ട് ഇത് ടാങ്കിൻ്റെ പുറവശത്തിൽ നമ്മൾ ഇടുക. നമുക്കിത് പുറവശത്തിലാണ് വേണ്ടിയത്. നമുക്കിത് മുമ്പിലും ഇടാം, പക്ഷേ മുമ്പിലിട്ടാൽ ഇന്ന് കാണാൻ ഒരു ഭംഗിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത് പുറമോട്ട് ഇടേണ്ടത്. മറ്റത് നമുക്ക് ഹൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഫുൾ പവർ സാൻഡ് പുറത്തെ സൈഡ് വേണം, ഒരു സ്ലാന്റ് ഇഫക്റ്റിന് വേണ്ടി. ഇത് കാരണം പുറത്തെ പ്ലാന്റ്സും നല്ലതായിട്ട് ഗ്രോ ചെയ്യും. ഇപ്പം നമ്മൾ മുമ്പിൽ നിന്ന് എല്ലാം പുറമോട്ട് ഷിഫ്റ്റ് ചെയ്യാം.
കാരണം ഫ്രണ്ട് ക്ലീൻ ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മളിത് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഇത് വെക്കാം. ഇപ്പം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും നമുക്ക് ബാക്ടീരിയ ഇടാം. ഇപ്പം ഇതിൻ്റെ മേളിൽ നമ്മൾ സോയിൽ ഇടാൻ പോകുന്നത് ADAൻ്റെ ആമസോണിയ വേർഷൻ 2. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഇതിനകത്ത് വരുന്ന ന്യൂട്രീഷൻ പെല്ലറ്റ്സ് ഞാൻ കാണിക്കാം. ഈ ന്യൂട്രീഷൻ പെല്ലറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരു ബുക്ക്ലെറ്റും ഉണ്ട്, എന്നിട്ട് പെല്ലറ്റ്സും ഉണ്ട്. ഈ ബുക്ക്ലെറ്റിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാം. എന്നിട്ട് ഇതാണ് ADAൻ്റെ ആമസോണിയ വേർഷൻ 2ൻ്റെ പെല്ലറ്റ്സ്. ഈ പെല്ലറ്റ്സിൻ്റെ യൂസ് നിങ്ങൾക്ക് ഇത് എക്സ്ട്രാ ന്യൂട്രീഷന് വേണ്ടി, സോയിലിൻ്റെ എക്സ്ട്രാ ന്യൂട്രീഷന് വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ പവർ സാൻഡ് മുകളിലോട്ട് ഇടുന്നു. നിങ്ങളിത് കാണുന്ന പോലെ നമ്മൾ ഈ ഫ്രണ്ട് ക്ലീൻ ആയിട്ട് വെക്കും. ക്ലീൻ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സോയിൽ ഇടാൻ പോകുന്നു. സോയിലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇടാൻ പോകുന്നു. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഇല്ല, പക്ഷെ ഇത് കാണാൻ നല്ലതായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ഫ്രണ്ട് ആയിന്ന് ഇടാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ആയിട്ട് ഇട്ടിട്ട് നമുക്കൊരു സ്ലാന്റ് ആയിട്ട് കിട്ടും. ഇത് ഇപ്പം ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ ഹാർഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും സോയിൽ ഇടാൻ പോകുന്നു. ഈ സെറ്റപ്പിന് വേണ്ടി ആമസോണിയ വേർഷൻ 2ൻ്റെ ഒരു 9 ലിറ്ററിൻ്റെ പാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ ഇത് സ്ലാന്റ് ആയിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഇല്ല. ഇത് ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി വരത്തില്ല. പക്ഷെ നിങ്ങൾ ഇത് ഇങ്ങനെ സ്ലാന്റ് ആക്കിയ നമുക്ക് പുറത്തെ വുഡോ ട്രീയോ സ്റ്റോൺ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. എന്നിട്ട് അതിനകത്ത് ഒരു ഡെപ്ത് വരും. ഇപ്പം നമ്മൾ ഹാർഡ്സ്കേപ്പ് ചെയ്യാൻ പോകുന്നത്. ഹാർഡ്സ്കേപ്പിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രാഗൺ സ്റ്റോൺ. ഈ ഡ്രാഗൺ സ്റ്റോൺ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ഉപയോഗിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാൻ പോവാ. അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ഞാൻ കുറേ വശത്ത് നിന്നാണ് നോക്കുന്നത്. അത് ഇത്രയും കോംപ്ലിക്കേറ്റഡാ, പക്ഷെ നോക്കാം. ഗ്ലാസ് ആൻഡ് സ്റ്റോണിൻ്റെ നടുക്ക് നമുക്ക് ഒരു മിനിമം 2 ഫിംഗറിൻ്റെ ഒരു ഗ്യാപ്പ് വേണം മെയിൻ്റനൻസിന് വേണ്ടി. അതുകൊണ്ട് അത് നെസസറിയാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഈ സ്റ്റോൺ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നു. ഇതിന് നമുക്ക് ഇതിൻ്റെ പുറവശത്ത് ഇച്ചിരി സോയിൽ വേണം. എന്നിട്ട് ഇതിനെ ഇച്ചിരി നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആക്വസ്കേപ്പ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ പുറവശത്ത് ഇച്ചിരി കൂടെ സോയിൽ വേണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ സോയിൽ ഇടാൻ പോവാ, ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും. ഞാൻ ഇന്ന് ആക്വസ്കേപ്പിന് വേണ്ടി ഒരു റൂളും ഫോളോ ചെയ്തില്ല. എനിക്ക് കണ്ടിട്ട് സന്തോഷം വരണം. പക്ഷേ ഈ ആക്വസ്കേപ്പ് കണ്ട അമാനോ സാബിഡ്, ടക്കാഷി അമാനോ സാറിൻ്റെ ഒരു ട്രയാങ്കിൾ ലേഔട്ട് പോലെ കാണുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നുകൂടെ സ്റ്റോൺ ഇടാനുണ്ട് എൻ്റെ കാൽക്കുലേഷൻ ശരിയാവാനായിട്ട്. കാരണം ഇതിനകത്ത് 4 പ്രൈമറി സ്റ്റോൺ ഉണ്ട്. 1 2 3 4. എന്നിട്ട് എൻ്റെ വിശ്വാസം ഒരു പ്രൈം നമ്പർ അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. അത് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇനിയൊരു സ്റ്റോൺ ഇടാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയൊരു സ്റ്റോൺ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നു. പക്ഷേ അതിന് മുമ്പേ നമുക്ക് ഇത് ലെവലാക്കാം. ഈ ഫ്രണ്ട് സൈഡ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ലെവലാക്കാം. ഫ്രണ്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം.
ഇവിടെ ഇരിക്കുന്ന ഈ ഗ്യാപ്സ് നിറയ്ക്കാൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ്. ഇവിടെ നമുക്ക് പ്ലാന്റ്സ് ഗ്രോ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നോക്കണം നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് വിടല്. ഇവിടെ പുറവശത്ത് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, അത് ഞാൻ ഇപ്പം നിറയ്ക്കാൻ പോകുന്നു. ഇപ്പം ഈ 5ാമത്തെ സ്റ്റോൺ ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത്. ഈ സ്റ്റോൺ എനിക്ക് ഈ പൊസിഷനിൽ വേണം. അത് നമ്മളിത് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇത്രയും ലിഫ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത്രയും ഗ്യാപ്പ് കിട്ടും. ഇപ്പം നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും ഷേക്ക് ആവുന്നില്ല, എല്ലാം ഫിക്സ്ഡ്. ഇപ്പം നമുക്ക് ഇച്ചിരി സോയിലിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അവിടുന്ന് സോയിലിനെ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഹാർഡ്സ്കേപ്പ് റെഡി. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആദ്യം 5 മെയിൻ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 3 ഇനി സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ഇത് 1, 2, 3. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പിന്നെയും 8ആയി. എനിക്ക് 8 ഇഷ്ടമല്ല, അത് പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും സ്റ്റോൺ ഉണ്ടാകും. 1, 2, 3. അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ ഇപ്പം 11 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഫ്രണ്ട് ലെവലായിട്ടുണ്ട്, എന്നിട്ട് പുറവശത്ത് നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിങ്ങനെ ആയതുകൊണ്ട് ഇത് കാണാൻ കൊള്ളാം. ഇത് ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ ഇതിന് കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ആംഗിളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1, 2 ഇനിയും സ്റ്റോൺ ഇടും. അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ലുക്ക് വരും ഇതിനകത്ത്. ചെറിയ ചെറിയ സ്റ്റോൺസ് ഒരു യൂണിക് ബ്യൂട്ടിയാണ് ഒരു ഹാർഡ്സ്കേപ്പിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഫിനിഷിംഗ് സ്റ്റോൺസ് ഇതിനകത്ത് ഇടാൻ പോകുന്നു. ഇത് പിന്നെ ഒരു പ്രൈം നമ്പർ ആയിട്ടുണ്ട്. ഒരു 17 സ്റ്റോൺ ഉണ്ട് ഇതിനകത്ത്. ഇതെന്ത് സൂപ്പർസ്റ്റിഷൻ ആണോ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ലുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യാം ഇതിനകത്ത് ഏത് പ്ലാന്റ്സാണ് നമ്മൾ ഇടാൻ പോകുന്നത്. പ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ലുക്ക് വരും. ലെറ്റ് സി. ഇത് നമ്മുടെ ഇപ്പം ഹാർഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇത് ഒത്തിരി പോസിറ്റീവായിട്ട് ഒരു ടാങ്കാണ് കാണുന്നത്, ഒരു ലൈറ്റ് റേസ് വെളിയിലോട്ട് വരുന്ന പോലെ. പക്ഷെ പൂജ മാഡം പറഞ്ഞു ഇത് ഒരു ഡ്രാഗനും അതിൻ്റെ വിങ്സ് ആയിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തോ കാണാൻ സാധിക്കുന്നത് പൂജ മാഡം? Yep, मेरे को है ना एकदम ड्रैगन स्टोन with its wings. ഇപ്പം ഈ ഫിനിഷിംഗ് സ്റ്റോൺസ് കണ്ട ഒരു സിസ്റ്റമാറ്റിക് ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറേഞ്ച് ലുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ പ്ലാന്റ്സ് ഇടുമ്പം ഒരു ബാലൻസ് ലുക്ക് വരും. ഞാൻ കാണിക്കാം. ഇനി ഇച്ചിരി ഫിനിഷിംഗ് ഉണ്ട്, ഞാനത് എൻഡ് കാണിക്കാം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്യും ഇതിനകത്ത്. ഇപ്പം നമ്മൾ ഒരു ഹാൻഡ് സ്പ്രേ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്പ്രേ എടുത്തിട്ട് ഇത്രയും വെള്ളം ഈ സോയിലിനകത്ത് നമ്മൾ ഇടാം. വെള്ളം നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പം ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് വെള്ളത്തിൻ്റെ. എന്നിട്ട് നിങ്ങളുടെ ഹാർഡ്സ്കേപ്പ് സ്പോയിൽ ആവത്തില്ല, ഡിസ്റ്റർബ് ആവത്തില്ല. നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പം ഫ്രണ്ടിലെ സൈഡ് ഫുൾ ഇമേഴ്സ് ആവല്ല. ഞാൻ കാണിക്കാം നിങ്ങളെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. മുമ്പത്തെ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, അത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഇടുന്ന വെള്ളം സോയിൽ ഫുൾ സോക്ക് ആക്കി വെക്കണം. ആ സമയത്ത് പ്ലാന്റിങ് ഈസി ആയിട്ടിരിക്കും. പ്ലാന്റിങ് നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ മിഡിൽ, പിന്നെ ബാക്ക് സൈഡ്. നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് വെള്ളം ഇടുമ്പം പ്ലാന്റിങ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടിരിക്കും. നമ്മൾ എവിടെ ഇടുന്ന പ്ലാന്റ്സ് അത് വിഷൻ ക്ലിയർ ആയിട്ടിരിക്കും. അങ്ങനെ നമുക്കൊരു ഈവൻ പ്ലാന്റും കറക്റ്റായിട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടും. ഇപ്പം ഈ ഫ്രണ്ട് സൈഡ് ഫുൾ വെള്ളം സോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ശരിയാണ്. ഇപ്പം ഞങ്ങൾ ശരിക്കും വെള്ളം ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഞാൻ കാണിക്കാം. നമ്മളിപ്പം പിൻസെറ്റിനെ സോയിലിനകത്ത് ഇടുന്നു.
പിൻസെറ്റ് ഇങ്ങനെ അഴുക്കായിട്ട് വെളി വന്ന് പിന്നെ ഇച്ചിരി കൂടെ വെള്ളം ആവശ്യമുണ്ട്. പിൻസെറ്റ് ക്ലീൻ ആയിട്ട് വെളി വന്ന് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ശരിയാണ്. പക്ഷേ ഇപ്പം ഇതിൽ 2 പ്രാവശ്യവും ഇച്ചിരി ഡേർട്ട് വെളി വന്നായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഇടേണ്ടി വരും. നമ്മളിപ്പം പിന്നെയും ചെക്ക് ചെയ്യാം. പിൻസെറ്റ് ഇപ്പം ക്ലീൻ ആയിട്ട് വെളി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കറക്റ്റ് വാട്ടർ. ഇപ്പം നമ്മൾ ഫുൾ വാട്ടർ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പ്ലാന്റിങ് ചെയ്യാൻ നോക്കും. പ്ലാന്റിങ് ചെയ്യുന്ന മുമ്പേ പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആവശ്യമാണ്. ഇങ്ങനെ പ്ലാന്റ്സിനെ നമ്മൾ നീറ്റ്ലി അറേഞ്ച് ചെയ്താൽ ഒരു ന്യൂസ് പേപ്പറിൽ ജെല്ലൊക്കെ ഊരിയിട്ട് നമ്മൾ വെച്ചാൽ പിന്നെ പ്ലാന്റ് ഉണങ്ങിപ്പോത്തില്ല, എന്നിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും. ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സിൻ്റെ താഴെ ഒരു ജെൽ വരും പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനായിട്ട്. ഇത് ജെൽ എടുത്തിട്ട് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ നോർമൽ വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിനകത്ത് നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് ഇരിക്കും. പ്ലാന്റിങ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഇത് പ്ലാന്റ് എടുത്തിട്ട് ഇതിൻ്റെ ലീവ്സ് മുകളിലും റൂട്ട്സ് താഴെയും വെക്കണം. നിങ്ങളൊരു നല്ല ക്വാളിറ്റീൻ്റെ പിൻസെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് പെന്ന് പോലെ പിടിക്കുന്നത്. ഇപ്പം റൂട്ട്സ് താഴെയും ലീവ്സ് സ്റ്റെം എല്ലാം മുകളിലത്തെ സൈഡിൽ ഇരിക്കണം. പിന്നെ ഒരു സ്ലാന്റ് പിടിച്ചിട്ട്, സ്ട്രേറ്റ് അല്ല സ്ലാന്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇത് അകത്തിടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ടെൻഷൻ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പം അത് കഴിഞ്ഞിട്ട് ഈ പിൻസെറ്റിനെ നമ്മൾ ഊരികളയും. സോ പ്ലാന്റ് അവിടെ ഇരിക്കും. ഇപ്പം ഈ പ്ലാന്റിനെ ഞാൻ ഇച്ചിരി കൂടെ അകത്തിടാൻ പോവാം. അകത്തിടുമ്പോൾ അത് സോയിലിൽ കൊണ്ട് ഫുൾ കവറാവും. ഇത് ചെയ്താൽ ഒരു പ്രോബ്ലവും ഇല്ല. ഇത് അകത്ത് ഇട്ടാൽ ഇത് അകത്തുനിന്ന് വെളി ഗ്രോ ആവും. ഇത് സോയിലിൻ്റെ വെളി വെക്കില്ല. വെളി വെച്ചാൽ അത് ഫ്ലോട്ട് ആയി പോവും. അത് നോക്കണം. ഇതിൻ്റെ ഫോർഗ്രൗണ്ടിൽ നമ്മൾ മോണ്ടിക്കാർലോ ഇടുന്നത്. ഒരു 2 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ നമുക്ക് 4 ബഞ്ച് മോണ്ടിക്കാർലോ ഇടാൻ നോക്കും. ഇത് മോണ്ടിക്കാർലോ ഗ്രോ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ. കാർപ്പൽ പ്ലാന്റ് ഇടുമ്പം സൂക്ഷിക്കുക അതിൻ്റെ പ്ലാന്റ് മുമ്പത്തെ ഗ്ലാസ്സിൽ കാണില്ല. അത് പ്ലെയിൻ ആയിട്ട് ഇരിക്കുമ്പം ഒരു നീറ്റ് ലുക്ക് വരും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ 2 സ്റ്റോണിൻ്റെ നടുക്ക് ഗ്യാപ്പ് ഉണ്ട്. ഈ സ്ഥലത്ത് ഒരു സ്റ്റോൺ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ കാർപ്പറ്റ് ഇടാൻ ഒക്കത്തില്ല. നമ്മൾ ഒരു ക്രിപ്റ്റോകോൺ, ബുഷി ക്രിപ്റ്റോകോൺ ഇവിടെ ഇടാം. അങ്ങനെ തന്നെ ഈ സൈഡിലും നമുക്കൊരു ക്രിപ്റ്റോകോൺ ഇടാം. കാണാൻ നല്ലതായിരിക്കും. ഇവിടെ ഒരു ബുഷി ക്രിപ്റ്റോകോൺ ഇട്ടാൽ ഈ സ്റ്റോണിനെ അത് ഹൈലൈറ്റ് ചെയ്യും. ഈ ഫുൾ സൈഡ് ഹൈലൈറ്റ് ആവും. ഇത് മുഴുവൻ ക്രിപ്റ്റോകോൺ വെൻഡിറ്റി ട്രോപ്പിക്ക ആണ്. ഇപ്പം ഈ അകത്തെ പോർഷൻ ഇവിടെ 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 നമ്മൾ അനുബിയാസും ബ്യൂസിഫിലാന്ത്ര ഇടാം. അനുബിയാസും ബ്യൂസിഫിലാന്ത്രയും നമ്മൾ ഒരു സ്റ്റോണിൻ്റെ കൂടെ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലൂ അല്ല, ഇതൊരു ടൈപ്പ് ഓഫ് ജെല്ല. അത് ജെൽ കൊണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനത്തെ പൊസിഷൻസിൽ വെക്കാം. സ്റ്റോൺ ഇടുമ്പം നല്ല വെയിറ്റ് ആവും. അതുകൊണ്ട് അത് മുകളിൽ പൊങ്ങത്തില്ല. എന്നിട്ട് നല്ലതായിട്ട് കിളിക്കും. ഇപ്പം ഈ ലീവ്സ് വലുതാണ്, അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് വെക്കുന്നു. എന്നിട്ട് ഈ ലീവ്സ് ചെറിയതാണ്, അതുകൊണ്ട് ഞാൻ ഇത് താഴത്തെ വശത്ത് വെക്കുന്നു. ഓക്കെ, ഇത് അനുബിയാസ് പെറ്റീറ്റ്, ഇത് അനുബിയാസ് കോഫിഫോലിയ, ഇത് അനുബിയാസ് ഗൾബറ, ഇത് ബ്യൂസിഫിലാന്ത്ര പിഗ്മി റെഡ്. ഇത് അനുബിയാസിന് കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇടുക. ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റിങ് ആയിട്ടുണ്ട്. നമ്മൾ 1 സെന്റിമീറ്റർ 2 ബഞ്ച് ഇട്ടിട്ട് ക്ലോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ബുഷിയായിട്ട് വരും. ഇപ്പം പ്ലാന്റിങ് ഫുൾ റെഡിയാണ്. മുമ്പിൽ മോണ്ടിക്കാർലോ ഉണ്ട്, ഇവിടെ അനുബിയാസും ബ്യൂസിഫിലാന്ത്ര ഉണ്ട്, സൈഡിൽ ക്രിപ്റ്റോകോൺ വെൻഡിറ്റി ആൻഡ് ട്രോപ്പിക്ക ഉണ്ട്, പുറയിൽ റുട്ടാല റോണ്ടിഫോലിയ ഗ്രീൻ ആൻഡ് റുട്ടാല HRA ഉണ്ട്, ഇവിടെ റുട്ടാല മക്രാന്ത, എന്നിട്ട് ഇത് പ്രോസ്പെർനിക്ക പാലസ്റ്റിസ്. അതുകൊണ്ട് ഈ സൈഡിൽ ഓറഞ്ചിഷ്, ഈ സൈഡിൽ ഗ്രീൻ, ഈ സൈഡിൽ ഡാർക്ക് റെഡ്, ഈ സൈഡിൽ ബോട്ടിൽ ഗ്രീൻ,
അന്നത്തെ റുട്ടല നജേഷ ഉണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരു ഫെദറി ലൈറ്റ് ഗ്രീൻ. ഇത് റെഡിയായി. ഇപ്പം നമുക്ക് വെള്ളം നിറയ്ക്കാം. വെള്ളം നിറയ്ക്കാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്, ഞാൻ കാണിക്കാം. ഇത് സൂക്ഷിക്കണം, ഈ വെള്ളം നമുക്ക് പതുക്കെ ഇടണം. ഇത് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഒരു മഗ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം ടാങ്കിലോട്ട് പോകണം. നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പം നമുക്ക് ഒത്തിരി ചെറിയ ചെറിയ സാധനങ്ങൾ മനസ്സിലാവും. ഒന്ന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതലായ പിന്നെ സോയിൽ ഡിസ്റ്റർബ് ആവും. സോയിൽ ഡിസ്റ്റർബായ എല്ലാ സ്ഥലത്തും കച്ചറ പോകും. അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കണം, ഈ വെള്ളം എത്ര പതുക്കെ ഇടാനൊക്കൂ അത്ര പതുക്കെ ഇടണം നമുക്ക്. ഒത്തിരി വീഡിയോസിൽ അവർ പ്ലാസ്റ്റിക് പേപ്പർ അല്ലെങ്കിൽ പ്ലേറ്റ് യൂസ് ചെയ്യും വെള്ളം ഇടാനായിട്ട്. പക്ഷേ ഇത് സോയിൽ ഡാമേജ് ആക്കും, അല്ലെങ്കിൽ സോയിലിൻ്റെ ലെവൽ ചേഞ്ച് ആക്കും, അല്ലെങ്കിൽ പ്ലാന്റ്സ് പൊങ്ങിപ്പോവും. ഇത് പ്ലാസ്റ്റിക് പേപ്പർ ഊരി കഴിഞ്ഞിട്ട് എന്തോ ആവുമെന്ന് അവർ കാണിക്കത്തില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇച്ചിരി പോലും ഡസ്റ്റ് വെളി വരുന്നില്ല. ആൻഡ് ചിലപ്പോൾ ഒക്കെ 1-2 പ്ലാന്റ് വെളി വരും. അത് നമുക്ക് തിരിച്ച് പ്ലാന്റ് ചെയ്യാം, അതിൻ്റെ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ നോക്കുവാക്കി നിങ്ങൾ എത്രയും പതുക്കെ ആവുന്നു അത്രയും പതുക്കെ നിങ്ങൾ വെള്ളം ഇടുക. ഇപ്പം നമ്മൾ ടാങ്ക് 3/4 മറിച്ചിട്ടുണ്ട്. പ്ലാന്റ്സ് ഫുൾ കവറായിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഗ്ലാസ്സിലിരിക്കുന്ന ഡസ്റ്റും ഇപ്പം ഈ സെറ്റപ്പിൻ്റെ അനുസരിച്ചോ അല്ലെങ്കിൽ ഈ സോയിലിൻ്റെ കാരണമുണ്ടോ അത് നമ്മളിപ്പം ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിപ്പം ഈ വെള്ളം ഫുൾ ഊരിയിട്ട് നമ്മൾ തിരിച്ച് നിറയ്ക്കാൻ പോവുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് ഈ ഡസ്റ്റും ഈ പ്ലാന്റിൻ്റെ ചെറിയ ചെറിയ പീസസും ഇതെല്ലാം ഊരിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓർമ്മ ഉണ്ടല്ലോ, എത്രയും ക്ലീൻ നിങ്ങളുടെ ടാങ്ക് ഇരിക്കും അത്രയും തന്നെ നല്ലത് നിങ്ങളുടെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പായിട്ട് ഇരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ADAന്റെ പ്രോ റേസർ. ഇതിൻ്റെ അകത്ത് ഒത്തിരി ഷാർപ്പ് ബ്ലേഡ് ഉണ്ട്. കാരണം ADAന്റെ ടാങ്ക് ഉണ്ടാക്കുന്ന സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ഉണ്ട്. എന്നിട്ടത് സ്ക്രാച്ച് റെസിസ്റ്റന്റ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം എല്ലാം കച്ചറ ഗ്ലാസ്സിൽ നിന്ന് വെളിയിറങ്ങും. ഇപ്പം സർഫേസിൽ ഒത്തിരി കച്ചറ ഉണ്ട്. ഇത് ചിലപ്പം ചില ലീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ പൊട്ടിയ പ്ലാന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സോയിലിൽ നിന്ന് വെളി വന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇത് ഊരാം. ഇപ്പം നമ്മൾ വെള്ളം ഊരാൻ പോവുക. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ്. കാരണം ചിലപ്പം ടാങ്കിനകത്ത് കച്ചറ ഉണ്ട്, അല്ലെങ്കിൽ സോയിലിനകത്ത് അമോണിയ ഉണ്ട്, അല്ലെങ്കിൽ സോയിൽ നമുക്ക് ചിലപ്പം ലെവലാക്കേണ്ടി വരും. അതുകൊണ്ട് സെറ്റപ്പ് ചെയ്യുമ്പം ആദ്യം നമ്മൾ വെള്ളം ഊരി വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെറ്റപ്പ് ആദ്യം ഉണ്ടാക്കുമ്പം ഈ വെള്ളം മുഴുവൻ ഊരിയിട്ട് തിരിച്ചിടണം. ഇത് ഒരു നല്ല മെത്തേഡാണ്. എന്നിട്ട് ടാങ്ക് നല്ലതായിട്ട് വരും. ഇപ്പം നമ്മൾ ടാങ്ക് ഫുൾ ഫിൽ ആക്കിയിട്ടുണ്ട്, ഫിൽറ്ററും ഇട്ടിട്ടുണ്ട്. ഇപ്പം മാത്രം CO2 ഇടാൻ ബാക്കിയുണ്ട്. ഈ സെറ്റപ്പിൽ നമ്മൾ ADAന്റെ ES300 ഉപയോഗിക്കുന്നത്. എന്നിട്ട് CO2 വേണ്ടി ADAന്റെ ഡിഫ്യൂസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സെറ്റപ്പിന് വേണ്ടി നമുക്ക് 2 to 3 ബബിൾസ് പെർ സെക്കൻഡ് ആവശ്യം. നമ്മൾ ആദ്യം CO2 ചാലു ആക്കുമ്പം ഇതിനകത്ത് ഒത്തിരി ബബിൾസ് വരും. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഫൈൻ കൺട്രോൾ എന്ന് വെച്ച് ഒരു ഇൻസ്ട്രുമെന്റ് വരും. അത് നമ്മൾ ഈ സെറ്റപ്പ് ഉപയോഗിക്കാൻ പോകുന്നു. ഇപ്പം നമ്മുടെ ടാങ്ക് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു ടാങ്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മന്ത് ഒത്തിരി ക്രിട്ടിക്കലാണ്. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആക്കി നമ്മൾ ആദ്യത്തെ ആഴ്ച എന്തോ ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ ആഴ്ച എന്തോ ചെയ്യാൻ പോകുന്നത്, ആൻഡ് മൂന്നാമത്തെ ആഴ്ച എന്തോ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഇപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യത്തെ മാസത്തിൽ നമുക്ക് ലൈറ്റ് മാക്സിമം 6 to 7 hours a day, എന്നിട്ട് CO2 3 to 4 hours a day ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ എല്ലാ ദിവസം 50% വാട്ടർ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഫെർട്ടിലൈസർ എല്ലാ ദിവസം ഡോസ് ചെയ്യണം. ഈ സെറ്റപ്പിൽ നമ്മൾ ADAന്റെ ബ്രൈറ്റിക്കയും ADAന്റെ മിനറല യൂസ് ചെയ്യുന്നത് എല്ലാ ദിവസവും. ഈ ടാങ്കിനകത്ത് നമ്മൾ 3 ml ADA ബ്രൈറ്റിക്കയും 3 ml ADA മിനറല യൂസ് ചെയ്യുന്നത്. ഇപ്പം രണ്ടാമത്തെ ആഴ്ചയിൽ ലൈറ്റിൻ്റെ ടൈമിംഗ് സെയിം ആയിരിക്കും, CO2ന്റെ ടൈമിംഗ് സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യമേ വെള്ളം ചേർത്ത് ചെയ്യത്തുള്ളൂ.
ഇത് കൂടുതൽ നമുക്ക് വേണ്ട. പക്ഷേ രണ്ടാമത്തെ ആഴ്ചയിൽ ഡയറ്റോം ആൽഗെ വരാൻ ഒത്തിരി ആവശ്യമാണ്. അത് പ്രോബ്ലം അല്ല, അത് ആവശ്യമാണ്. നിങ്ങൾ ലൈറ്റിംഗ്, വാട്ടർ ചേഞ്ച്, CO2, ഫെർട്ടിലൈസർ ഇട്ട് ഡയറ്റോം തന്നെ പോവും. ഡയറ്റോം വന്നാൽ നിങ്ങളുടെ ടാങ്ക് സെറ്റാണ്, സൈക്കിൾഡ് ആണ്. ഈ സമയത്ത് നമ്മൾ ഷ്രിംപും ഓട്ടോസിങ്ക്ലസ് ആഡ് ചെയ്യുന്നത്. ഈ സമയം ശരി ഇത് ആഡ് ചെയ്യാനായിട്ട് എന്നിട്ട് നിങ്ങൾക്കും ആഡ് ചെയ്യാം. വാട്ടർ ചേഞ്ച് മൂന്നാമത്തെ ആഴ്ചയിൽ ഇച്ചിരി നമുക്ക് കുറയ്ക്കാം. ആഴ്ച 2 പ്രാവശ്യം ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ ലൈറ്റിംഗ്, CO2, ഫെർട്ടിലൈസർ എല്ലാം സെയിം ഇരിക്കും. ഇതാ സമയം മറ്റേ ആൽഗെ വരാനായിട്ട്. ഇപ്പം ചിലപ്പം ബ്ലാക്ക് ബ്രഷ് ആൽഗെ വരും, ചിലപ്പം ഹെയർ ആൽഗെ വരും. അതനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ വാട്ടർ ഫ്ലോ ശരിയാണോ, നിങ്ങളുടെ CO2 ശരിയാണോ. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പ്രോബ്ലം. 4ാമത്തെ ആഴ്ചയിലും സെയിം സിസ്റ്റമാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വാട്ടർ ചേഞ്ച് ചെയ്യുക, ലൈറ്റ്, CO2 എല്ലാം സെയിം, ഫെർട്ടിലൈസർ സെയിം. പക്ഷേ ചിലപ്പം ഡയറ്റോം ആൽഗെ ഇരിക്കും, ചിലപ്പം ബ്ലാക്ക് ബ്രഷ് ആൽഗെ ഇരിക്കും. അത് നമുക്ക് നോക്കാം. ഈ ടാങ്കിൽ നമുക്കിപ്പം ഫിഷ് ഇടാം. ഫിഷ് ഇടുമ്പം അതുകൊണ്ട് നൈട്രേറ്റ്സ് കൂടും. നൈട്രേറ്റ്സ് കൂടിയ പ്ലാന്റ്സ് നല്ലതായിട്ട് വരും. എന്നിട്ട് ഫിഷിൻ്റെ നമുക്ക് ഫുഡ് ഇടുമ്പം അതുകൊണ്ട് ഫോസ്ഫേറ്റ്സ് കൂടും. ഫോസ്ഫേറ്റ്സ് കൂടുമ്പം അത് പ്ലാന്റിന് നല്ലതാണ്, എന്നിട്ട് ബാക്ടീരിയ ഗ്രോത്തിനും ഒത്തിരി നല്ലത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഫിഷ് വെറൈറ്റി ഡ്രേപ്പ് ഫിൻ ബാർബ നമ്മൾ പറയുന്നത്. ഇതൊരു ഇന്ത്യൻ വെറൈറ്റിയാണ്, കാണാൻ ഒത്തിരി നല്ലത്. ഇപ്പം നമ്മുടെ ടാങ്ക് റെഡിയായി. ഇപ്പം നമ്മൾ ടാങ്ക് റെഡിയായി, മീനും ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇച്ചിരി ആൽഗെ ഇരിക്കും. പക്ഷെ ആൽഗെ കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റെ കോസ് എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാവണം. അതനുസരിച്ച് നമുക്ക് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ നോക്കൂ. ഇപ്പം ബ്ലാക്ക് ബ്രഷ് ആൽഗെ വന്നാൽ നമുക്കറിയാം അത് CO2 കുറവ്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഒത്തിരി കൂടുതൽ, അല്ലെങ്കിൽ ഫിൽട്രേഷൻ കുറവ് എന്ന് വെച്ചാൽ സർക്കുലേഷൻ. ഹെയർ ആൽഗെ വന്നാൽ ലൈറ്റിംഗ് ആസ് ഒത്തിരി കൂടുതൽ. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അത് അനുസരിച്ച് കറക്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഗുഡ് ക്വാളിറ്റി, നല്ലതായിട്ട് സെറ്റപ്പ് ചെയ്ത്, നല്ലതായിട്ട് പ്ലാന്റ്സ് വരുന്ന ഒരു അക്വേറിയം സെറ്റപ്പ് ഉണ്ട്. ഐ ഹോപ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ മനസ്സിലായി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, താക്കി ഞങ്ങളിത് ഇനി ഉണ്ടാക്കും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ്. സോ താങ്ക് യു ആൻഡ് ഹോപ്പ് ടു സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ആൻഡ് സോ Michael Faraday had once said the videos or the lectures that are popular don't teach you much, but videos that or lectures that are not very popular, they teach you a lot. Thank you.